മെയ് 27 കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ മെത്രാൻ. ഇംഗ്ലണ്ടിലെ അപ്പസ്തോലനും കാൻറ്റർബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായ അഗസ്റ്റിൻ റോമിലാണ് ജനിച്ചത്. റോമിലുണ്ടായിരുന്ന വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ആശ്രമത്തിൽ നിന്ന് 30 പേരെ 596 അവരുടെ പ്രിയോറായിരുന്ന അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലി എന്ന വർഗത്തെ ആഞ്ചലി മാലാഖമാർ ആക്കാൻ മഹാനായ 1-ാം ഗ്രിഗറി മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ക്രൂരരായ കാട്ടുജാതിക്കാരാണ് ആംഗ്ലി എന്ന് കേട്ടപ്പോൾ അഗസ്റ്റിൻ മടങ്ങിപ്പോരാൻ തുടങ്ങി. അപ്പോൾ തീഷ്ണമതിയായ ഗ്രിഗറി മാർപ്പാപ്പ എഴുതി, ദൈവനാമത്തിൽ മുന്നോട്ട് പോവുക. കഷ്ടതകൾ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിശിഷ്ടമായിരിക്കും കിരീടം. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങയെ പരിപാലിക്കട്ടെ. അങ്ങയുടെ അധ്വാനത്തിൻ്റെ ഫലം സ്വർഗരാജ്യത്തിൽ ദർശിക്കുവാൻ എനിക്ക് അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. എനിക്ക് അങ്ങയുടെ അധ്വാനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുകയില്ലെങ്കിലും അങ്ങയുടെ കൊയ്ത്തിൽ ഞാൻ പങ്കെടുക്കുമാറാകട്ടെ. സന്മനസ്സിന് എനിക്കൊരു കുറവുമില്ലെന്ന് ദൈവം അറിയുന്നുണ്ടല്ലോ. വിശുദ്ധ അഗസ്റ്റിനും കൂട്ടുകാർക്കും അപ്രതീക്ഷിതമായ ഒരു വിജയം ഇംഗ്ലണ്ടിലുണ്ടായി. കെൻറ്റിലെ രാജാവായ എഥൽബർട്ടൻ്റെ ഭാര്യ ഒരു ക്രൈസ്തവ വനിത ആയിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഉടനടി പൂവണിഞ്ഞു. 596 തന്നെ എഥൽബർട്ട് രാജാവും 10,000 പ്രജകളും ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ക്രമേണ ക്രിസ്തീയ വിശ്വാസം ഇംഗ്ലണ്ടിൽ പരന്നു. അഗസ്റ്റിൻ ഫ്രാൻസിൽ പോയി മെത്രാഭിഷേകം സ്വീകരിച്ച് മടങ്ങി. ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ ആംഗ്ലോ സാക്സൺ ക്രിസ്ത്യാനികളെയും പൂർവ്വ ബ്രിട്ടൻ ക്രിസ്ത്യാനികളെയും രമ്യപ്പെടുത്തുവാൻ ചെയ്ത പരിശ്രമം വിജയിച്ചില്ല. പൂർവ്വ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിരുന്ന കെൽട്ടിക് സമ്പ്രദായങ്ങൾ റോമൻ സമ്പ്രദായങ്ങളിൽ നിന്ന് വിഭിന്നങ്ങളായിരുന്നു. വിജാതീയ ക്ഷേത്രങ്ങളെ പവിത്രീകരിക്കുക, നശിപ്പിക്കേണ്ടതില്ല. വിജാതീയ ഉത്സവങ്ങളും കർമ്മങ്ങളും കഴിയുന്നത്ര സ്വീകരിക്കുക എന്ന മാർപ്പാപ്പയുടെ ഉപദേശം എത്രയും പുരോഗമനാത്മകമായി കരുതണം. എന്നിട്ടും ആംഗ്ലോ സാക്സൺ ക്രിസ്ത്യാനികളും പൂർവ്വ ബ്രിട്ടൻ ക്രിസ്ത്യാനികളും ഐക്യപ്പെട്ടില്ല. 8 കൊല്ലത്തെ കഠിനമായ അധ്വാനത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ 604 ദിവംഗതനായി. ഇംഗ്ലണ്ടിൽ 7 വർഷം കൊണ്ട് 12 പുതിയ രൂപതകൾ സ്ഥാപിച്ച വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. വിചിന്തനം: ഏത് സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയായാൽ പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിച്ചറിഞ്ഞതും അതുതന്നെയാണല്ലോ. ദൈവത്തിൻ്റെ ജോലി തന്നെയാണ് അപ്പസ്തോലൻ്റെ ജോലി. ദുർബലമായ ഉപകരണങ്ങളാണ് കർത്താവ് ഉപയോഗിക്കുക. ജോലിയുടെ വിജയം ശ്രേഷ്ഠന്മാരോടുള്ള അനുസരണത്തിലും വിനയാന്വിതമായ പ്രവർത്തനങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനായ ഗ്രിഗറി അഗസ്റ്റിൻ എഴുതി, ഉയരത്തിൽ കയറാൻ പടിപടിയായി കയറണം, ചാടിക്കയറാൻ പറ്റുകയില്ല.